ഹായ്. യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ റീച്ച് ആവണമെങ്കിൽ അതിൻ്റെ തംബ്നെയിൽ മസ്റ്റാണ്. നല്ല തംബ്നെയിലുകൾക്ക് കൂടുതൽ റീച്ച് വരും. അശ്വന്ത് ഗോക്ക് എന്ന യൂട്യൂബർക്ക് യൂട്യൂബിൽ 3 ലക്ഷത്തോളം സബ്സ്ക്രൈബറുള്ള ഒരു ചാനലാണ്. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം ചില തംബ്നെയിലുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ മലയാള സിനിമയിലെ പ്രമുഖനായ മമ്മൂക്ക കോപ്പിറൈറ്റ് ക്ലെയിം കൊടുത്തത് വളരെ മോശമായിപ്പോയി. We received a copyright removal request for your video. Based on applicable copyright law, we removed your video from YouTube. Video title: Turbo Review Mammootty Vaishak Mithun Manuel Thomas Mammootty Company. Content used: the thumbnail of the YouTube video mentioned uses a photo that belongs to Mammootty Company. Content fund in custom thumbnail removal request issued by Mammootty Company. ഇതാണ് കോപ്പിറൈറ്റ് ക്ലെയിമിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അശ്വന്ത് ഗോക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. മമ്മൂക്ക തന്നെ പറയുന്നുണ്ട്, ഒരു സിനിമ നമ്മൾ റിവ്യൂ പറഞ്ഞതുകൊണ്ട് സിനിമ നാശമായി പോകുന്നില്ല. നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും സിനിമ തിയേറ്ററിൽ നല്ലതാണെങ്കിൽ ഓടും. കാഴ്ചപ്പാട് നമ്മൾ റിവ്യൂവിനൊന്നും നടത്തിയിട്ടൊന്നും സിനിമ രക്ഷപ്പെടും തോന്നുന്നു. സിനിമ റിവർക്കാർ ഒരു വഴിക്കാൻ പോകും, സിനിമ ഈ വഴിക്കും. സിനിമ പ്രേക്ഷകർ ടെർബോ എന്ന സിനിമ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും നല്ല മികച്ച സിനിമകളിലൊന്നായിട്ട് തന്നെ ഓടുന്നത്. അശ്വന്ത് ഗോക്ക് ഒരു സിനിമയുടെ റിവ്യൂ പറഞ്ഞതുകൊണ്ട് സിനിമ നശിച്ചു പോകുന്നില്ല. അങ്ങനെ എത്ര റിവ്യൂർ പണ്ട് കാലത്തും ഉണ്ടായിരുന്ന റിവ്യൂർമാർ, അവർക്ക് ആ കാലഘട്ടത്തിൽ ശോഭിക്കും കഴിഞ്ഞില്ല. കാരണം അന്ന് സോഷ്യൽ മീഡിയ ഇല്ല. സോഷ്യൽ മീഡിയ ഈ കാലഘട്ടത്തിലുള്ളപ്പം ആർക്കും ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ ചാനൽ തുടങ്ങി തൻ്റേതായ രീതി ശൈലി ഒരു യൂട്യൂബർ ആവുന്നതാണ്. അന്നത്തെ കാലത്തുള്ള ആളുകൾ ടി വിയിൽ ഒരു ദൂരദർശൻ പോലുള്ള ചാനലുകളിൽ പോയിരുന്ന് ഒരു പ്രോഗ്രാം പറയുമ്പം അത് കഴിഞ്ഞു. സോഷ്യൽ മീഡിയ അന്ന് അത്ര തരംഗമല്ല. ഈ കാലഘട്ടത്തിൽ പലരും സ്വന്തം വരുമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഏണിങ്സിന് വേണ്ടി ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ കോപ്പിറൈറ്റ് ക്ലെയിം കൊടുക്കുമ്പം ആ കഷ്ടപ്പെട്ട് ഒരു വീഡിയോ ചെയ്ത് പുറത്തിറക്കുമ്പം അതിൻ്റെ ബുദ്ധിമുട്ട് അത് ഒരു യൂട്യൂബർക്ക് അറിയാവുന്നത്. റിവ്യൂ എന്തോ ആവട്ടെ, പോസിറ്റീവ് നെഗറ്റീവ് അത് പുള്ളിയുടെ ശൈലിയാണ് അത് പറയുന്നത്, അതിനെതിരെ ഞാൻ പറയുന്നില്ല. പക്ഷേ കോപ്പിറൈറ്റ് ക്ലെയിം കൊടുക്കുമ്പം കുറച്ചുകൂടെ മമ്മൂട്ടിയെ പോലെ ഒരു പ്രമുഖ നടൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.